നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമല കൊള്ളക്കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ കോടതി ജാമ്യം അനുവദിച്ചതിന് പിന്നിൽ NSSന്റെ സമ്മർദ്ദമെന്ന് സംശയം. സർക്കാരുമായി അനുനയത്തിൽ നീങ്ങുന്ന ജി സുകുമാരൻ നായരെ പ്രീതിപ്പെടുത്താനാണ് പിണറായി വിജയൻ സർക്കാർ സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ അവസരമൊരുക്കിയതെന്നാണ് ആരോപണം. NSS നേതാവാണ് മുരാരി ബാബു. അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കാൻ ജി സുകുമാരൻ നായർ ചരട് വലിച്ചിരുന്നതായി വാർത്തകളുണ്ടായിരുന്നു. ഇനി ജാമ്യത്തിൽ ഇറങ്ങാൻ പോകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. കേസിൽ അറസ്റ്റിലായി 90 ദിവസം പിന്നിട്ടതോടെയാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം നൽകിയത്. ശബരിമലയിലെ ദ്വാരപാലക പാളി, കട്ടിളപ്പാളി എന്നിവയുമായി ബന്ധപ്പെട്ട 2 കേസുകളിലും മുരാരി ബാബു ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. 90 ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയായ സാഹചര്യത്തിൽ കോടതി സ്വാഭാവിക ജാമ്യം അനുവദിക്കുകയായിരുന്നു. കർശനമായ ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യം ലഭിച്ച് ജയിലിന് പുറത്തിറങ്ങുന്ന ആദ്യ പ്രതിയാണ് മുരാരി ബാബു. എല്ലാ പ്രതികളും സ്വാഭാവിക ജാമ്യത്തിനായി ശ്രമിക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 മാസങ്ങൾ മാത്രം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നില്ല. ഇതിനുള്ള കൃത്യമായ നിർദ്ദേശം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. കടകംപള്ളിയെ അറസ്റ്റ് ചെയ്താൽ സർക്കാർ പ്രതിസന്ധിയിലാവും. ഇത്തരമൊരു സാഹചര്യം സംജാതമാകാതിരിക്കാൻ സർക്കാർ വൻ സമ്മർദ്ദമാണ് നടത്തുന്നത്. IG വെങ്കിടേഷിനെ നേരിട്ട് സ്വാധീനിക്കുന്നതിന് പകരം പഴുതുകൾ സൃഷ്ടിക്കാനാണ് സർക്കാരിന്റെ ശ്രമം. കടകംപള്ളിയുടെ കാര്യത്തിൽ മാത്രമാണ് കരുതലുള്ളത്. പത്മകുമാറിന് സ്വാഭാവിക ജാമ്യം ലഭിക്കുമെന്ന് സർക്കാർ കരുതുന്നു. കേസിൽ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക കേസിൽ നേരത്തെ സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നുവെങ്കിലും കട്ടിളപ്പാളി കേസിൽ 90 ദിവസം തികയാത്തതിനാൽ ഇപ്പോഴും റിമാൻഡിൽ തുടരുകയാണ്. അതേസമയം മറ്റൊരു പ്രതിയായ തന്ത്രി കണ്ഠര് രാജീവരുടെ റിമാൻഡ് കാലാവധി കോടതി 14 ദിവസം കൂടി നീട്ടി. ഇദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ കോടതി ജനുവരി 28-ന് പരിഗണിക്കും. കേസുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N വാസുവിന് നേരത്തെ തിരിച്ചടി നേരിട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളുകയും കടുത്ത വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ ഹൈക്കോടതി എടുക്കുന്ന നിലപാട് ഇനി നിർണായകമാകും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം മാസം പലത് പിന്നിട്ടിട്ടും കാര്യമായ പുരോഗതിയില്ലാതെ നീളുന്ന സാഹചര്യത്തിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാനുള്ള സാധ്യത തെളിയുന്നു. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കേസുകളിൽ പ്രതികളെ അറസ്റ്റ് ചെയ്ത് 60 ദിവസത്തിനകം പ്രാഥമിക കുറ്റപത്രമെങ്കിലും സമർപ്പിച്ചില്ലെങ്കിൽ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുമെന്ന നിയമപരമായ ആനുകൂല്യമാണ് ഇവർക്ക് തുണയാകുന്നത്. ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം ഒക്ടോബർ 17-ന് ആദ്യം അറസ്റ്റ് ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും പിന്നീട് പിടിയിലായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാർ എന്നിവരുടെയും റിമാൻഡ് കാലാവധി 60 ദിവസം പിന്നിട്ടിട്ടും കുറ്റപത്രം നൽകാൻ SITക്ക് സാധിച്ചിട്ടില്ല. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ N വാസു, A പത്മകുമാർ എന്നിവരുടെ റിമാൻഡ് കാലാവധി 60 ദിവസം തികയുന്നതോടെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള പഴുതുകൾ ഒരുങ്ങുകയാണ്. 3 മാസത്തോളമായി തുടരുന്ന അന്വേഷണത്തിൽ സ്വർണ്ണപ്പാളികൾക്ക് എന്ത് സംഭവിച്ചെന്നോ എത്രത്തോളം നഷ്ടപ്പെട്ടെന്നോ കണ്ടെത്താൻ കഴിയാത്തത് അന്വേഷണ സംഘത്തിന്റെ പരാജയമായി വിലയിരുത്തപ്പെടുന്നു. കേസിൽ വൻ തോക്കുകളുടെ പങ്കാളിത്തത്തെക്കുറിച്ച് ഹൈക്കോടതി തന്ന സൂചന നൽകിയിട്ടും അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപാടുകളെക്കുറിച്ച് വ്യക്തത വരുത്താൻ SITക്ക് കഴിഞ്ഞിട്ടില്ല. അന്വേഷണത്തിനായി ഹൈക്കോടതി അനുവദിച്ച സമയം തീർന്നിരിക്കെ തനിക്ക് ഗൂഢാലോചനയിൽ പങ്കില്ലെന്ന് വ്യക്തമാക്കി N വാസു സുപ്രീം കോടതിയെ ജാമ്യത്തിനായി സമീപിച്ചു. ഇതിനിടെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഫോണിൽ ബന്ധപ്പെട്ട് ഉന്നതരുടെ വിവരങ്ങൾ കൈവശമുണ്ടായിട്ടും അവരെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം മടിക്കുന്നത് വലിയ ആക്ഷേപങ്ങൾക്കും ഇടയാക്കുന്നുണ്ട്. കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തുന്ന ADGP H വെങ്കിടേഷിനെ മാറ്റി മറ്റൊരാളെ ചുമതലപ്പെടുത്താൻ ഹൈക്കോടതി തയ്യാറായേക്കുമെന്ന ചർച്ചകളും പോലീസ് വൃത്തങ്ങളിൽ സജീവമാണ്. രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച ഈ കേസ് CBIക്ക് വിടണമെന്ന് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ശുപാർശ ചെയ്തതോടെ സംസ്ഥാന സർക്കാരും പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഇടതുപക്ഷത്തെ ഉന്നതർക്ക് പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന കേസിൽ സ്വതന്ത്രമായ അന്വേഷണം വെല്ലുവിളിയായതിനാൽ കേസ് ഒഴിഞ്ഞുകിട്ടാൻ പോലീസിന് താൽപര്യമുണ്ടെന്നാണ് സൂചന. എന്നാൽ CBI അന്വേഷണം വന്നാൽ അത് രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്ന് സർക്കാർ ഭയപ്പെടുന്നു. BJP CBI അന്വേഷണത്തിനായി കരുക്കൾ നീക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഹൈക്കോടതി തീരുമാനം നിർണായകമാകും. റിമാൻഡിൽ കഴിയുന്ന തന്ത്രി കണ്ഠര് രാജീവരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. നഷ്ടപ്പെട്ടത് എത്ര സ്വർണം, ഏതെല്ലാം തരത്തിൽ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നീ ദിശകളിലും അന്വേഷണം നടക്കണം. അവ വീണ്ടെടുക്കണം. ജാമ്യം ലഭിച്ചാൽ പ്രതി ഒളിവിൽ പോകാൻ സാധ്യതയുണ്ട്. ഉയർന്ന ജാമ്യത്തുക, കേരളം വിട്ടുപോകാൻ പാടില്ല എന്നീ വ്യവസ്ഥകളും വാദത്തിൽ ഉന്നയിച്ചു.
തിരുവിതാംകൂർ ദേവസ്വം ആസ്ഥാന ഓഫീസിലടക്കം 21 കേന്ദ്രങ്ങളിൽ ഒരേ സമയം റെയ്ഡ് നടത്തി ഇഡിയും സന്നിധാനത്തെ സ്ട്രോങ് റൂം തുറന്ന് പരിശോധിച്ച് SITയും തത്സമയം ഇടപെട്ടതോടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കൂടുതൽ നിർണായകമായി. പണമിടപാടുകൾ സംബന്ധിച്ച ഡിജിറ്റൽ തെളിവുകളും രേഖകളും അടക്കം ഇഡി പിടിച്ചെടുത്തു. 2019 മുതൽ 2025 വരെ നടന്ന ക്രമക്കേടുകളിൽ പ്രാഥമിക അന്വേഷണത്തിൽ ലഭിച്ച വിവരങ്ങൾ സ്ഥിരീകരിക്കാനും തെളിവുകൾ പിടിച്ചെടുക്കാനുമായിരുന്നു ഇഡിയുടെ മിന്നൽ റെയ്ഡ്. സന്നിധാനത്തും പ്രതികളുടെ വീടുകളിലും ചെന്നൈയിലും ബെല്ലാരിയിലും അടക്കമായിരുന്നു ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന പേരിട്ട പരിശോധന. ഉണ്ണികൃഷ്ണൻ പോറ്റി പുതിയ വാതിൽ സ്പോൺസർ ചെയ്തപ്പോൾ വിജയ് മല്യ സമർപ്പിച്ച സ്വർണം പൊതിഞ്ഞ് പഴയ വാതിലും കട്ടിളയും സന്നിധാനത്തെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയിരുന്നു. ഇതിന്റെ തുടക്കമടക്കം നോക്കാനായിരുന്നു രാത്രിയോളം നീണ്ട SIT പരിശോധന. സാമ്പിളുകൾ ശേഖരിച്ചു. പഴയ കൊടിമരത്തിലുണ്ടായിരുന്ന ദ്വാരപാലക ശില്പങ്ങൾ സ്ട്രോങ് റൂമിൽ ഉണ്ടോ എന്നും പരിശോധിച്ചു. ഉദ്യോഗസ്ഥരെ അടക്കം സന്നിധാനത്ത് നിന്ന് പുറത്താക്കിയായിരുന്നു പരിശോധന. പ്രതികൾക്ക് കേരളത്തിനകത്തും പുറത്തുമുള്ള ബന്ധങ്ങൾ, നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ, സൗഹൃദങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചും വിവരങ്ങൾ ലഭിച്ചുവെന്നും ഇഡി സൂചിപ്പിച്ചു. സന്നിധാനത്തെ ദേവസ്വം ഓഫീസുകൾ, ദേവസ്വം ബോർഡ് ആസ്ഥാനം, പോറ്റിയുടെ തിരുവനന്തപുരത്തെ വീട്, ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്, മുരാരി ബാബുവിന്റെ ചങ്ങനാശ്ശേരിയിലെ വീട്, ബോർഡ് മുൻ പ്രസിഡന്റ് N. വാസുവിന്റെ തിരുവനന്തപുരത്തെ വീട്, ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയുടെ ഓഫീസ്, വീട് കർണാടക ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ വീട് തുടങ്ങിയ ഇടങ്ങളിലായിരുന്നു റെയ്ഡ്. പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ, പണമിടപാടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ചില കേന്ദ്രങ്ങളിലും പരിശോധനകൾ നടത്തി. ശബരിമലയിൽ ദേവസ്വം ഉദ്യോഗസ്ഥരെ ഒഴിവാക്കിയായിരുന്നു ഇഡി പരിശോധന. സ്വർണ്ണക്കൊള്ളയിലെ കള്ളപ്പണ ഇടപാടാണ് ഇഡി മുഖ്യമായും അന്വേഷിക്കുന്നത്. ഇഡി ഉടൻ അറസ്റ്റിലേക്ക് കടക്കാൻ നീക്കമുണ്ട്. സ്വർണ്ണപ്പാളികൾ കടത്തിയതിലുൾപ്പെടെ ദേവസ്വം ബോർഡിലെ ഉന്നതരുടെ ഒത്താശ ലഭിച്ചുവെന്നാണ് ഇഡി വിലയിരുത്തൽ. പിടിച്ചെടുത്ത രേഖകൾ വിശകലനം ചെയ്ത് പ്രതികളെ ചോദ്യം ചെയ്തും അറസ്റ്റിലേക്ക് കടക്കും. SIT പ്രതികളാക്കിയവരെല്ലാം ഇഡി കേസിലും പ്രതികളാണ്. സ്വർണ്ണക്കൊള്ളയിൽ നിലവിലെ 2 കേസുകൾക്ക് പുറമെ ഒന്നിലേറെ കേസുകൾ ഉണ്ടാവുമെന്ന് SIT പറയുന്നു. ശ്രീകോവിലിലെ വാതിൽ, കൊടിമരം എന്നിവയിലെ സ്വർണം കൊള്ളയടിച്ചതിനാവും കേസുകളെന്നാണ് അറിയുന്നത്. 10 പ്രതികളുണ്ടാവും. അടുത്ത ആഴ്ചയോടെ കേസുകൾ രജിസ്റ്റർ ചെയ്യും. ദേവസ്വം മുൻ പ്രസിഡന്റ് PS പ്രശാന്തും അന്നത്തെ ഭരണസമിതി അംഗങ്ങളും അടക്കം കുടുങ്ങുമെന്നാണ് സൂചന. സന്നിധാനത്തെ സ്ട്രോങ് റൂമിലെ പരിശോധനയിലെ കണ്ടെത്തലുകളെ ആശ്രയിച്ച് കേസുകളുടെ എണ്ണം കൂടാനുമിടയുണ്ട്. തെളിവെടുപ്പ് അടക്കം പൂർത്തിയായതിനാൽ അറസ്റ്റിലായ പ്രതികളിൽ ഗുരുതര കുറ്റങ്ങൾ ചെയ്യാത്തവരുടെ ജാമ്യത്തെ SIT എതിർക്കില്ല. പാളികളുടെ ശാസ്ത്രീയ പരിശോധന നടത്തിയ VSSCയിലെ ശാസ്ത്രജ്ഞരുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. തുടർന്നാകും കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടക്കുക. വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന കട്ടിളകൾ SIT തൂക്കി നോക്കി. കട്ടിള പടിക്ക് 38ഉം കട്ടിളയ്ക്ക് 64 കിലോയും തൂക്കമുണ്ട്. സ്ട്രോങ് റൂമിലെ പഴയ ഉരുപ്പടികളും പരിശോധിച്ചു. പഴയ കൊടിമരത്തിലെ അഷ്ടദിക് പാലകരെ പെയിന്റ് അടിച്ച നിലയിൽ കണ്ടെടുത്തു. പുതിയ സ്വർണം കൊടിമരത്തിന്റെ ചുറ്റളവും പരിശോധിച്ചു. സോപാനത്തെ വ്യാളി രൂപം ഇളക്കിയെടുക്കാതെ പരിശോധിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം മന്ത്രിയും നിലവിൽ MLAയുമായ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള കൂടിക്കാഴ്ചകളെക്കുറിച്ചും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്നതിലും വിശദമായ പരിശോധന നടത്തണമെന്ന ആവശ്യം ശക്തമാണ്. ശബരിമലയിലെ സ്പോൺസർ എന്ന നിലയിൽ മാത്രമാണ് സ്വർണ്ണക്കൊള്ളയിലെ പ്രധാന പ്രതിയായ പോറ്റിയുമായി തനിക്കുള്ള പരിചയമെന്നാണ് കടകംപള്ളിയുടെ മൊഴി. വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഒരു തവണ മാത്രമാണ് തമ്മിൽ കണ്ടതെന്നായിരുന്നു ഡിസംബർ 28-ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിൽ കടകംപള്ളിയുടെ മൊഴി. എന്നാൽ ഈ മൊഴിയിൽ പൊരുത്തക്കേടുണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കരുതുന്നത്. കടകംപള്ളി പോറ്റിയുടെ വീട്ടിൽ 2 തവണ എത്തി എന്ന് പോറ്റിയുടെ അയൽവാസിയായ മഹസർ സാക്ഷി വിക്രമൻ നായർ മൊഴി നൽകിയിട്ടുണ്ട്. പോറ്റിയുടെ അച്ഛനെ സന്ദർശിക്കാനെത്തി. ഒരു തവണ പോലീസ് അകമ്പടിയിലും എത്തിയിരുന്നു. കടകംപള്ളിക്ക് ഉപഹാരങ്ങൾ നൽകിയെന്ന് ചോദ്യം ചെയ്യലിൽ പോറ്റി പറഞ്ഞിട്ടുണ്ട്. ഇതടക്കം ഇരുവരും തമ്മിൽ 2019-ൽ ഏതെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നറിയാനും വീണ്ടും ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം ഒരുങ്ങുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിലവിൽ പ്രതികളായവർക്ക് പുറമെ 5 പേർ കൂടി പ്രതികളാകാനുള്ള സാധ്യത ഹൈക്കോടതിയിൽ സമർപ്പിച്ച SIT റിപ്പോർട്ടിൽ പറയുന്നു. SIT മേധാവി ADGP H. വെങ്കടേഷ്, അന്വേഷണ ഉദ്യോഗസ്ഥൻ S. ശശീന്ദ്രൻ, ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ എന്നിവർ നേരിട്ട് ഹാജരായാണ് അന്വേഷണ പുരോഗതിയും ഉടൻ സ്വീകരിക്കുന്ന നടപടികളും കോടതിയിൽ വിശദീകരിച്ചത്. സ്വർണം പൂശിയ യഥാർത്ഥ പാളികൾ മാറ്റി പുതിയത് സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ടെന്നും SIT അറിയിച്ചു. ക്ഷേത്ര സ്വത്ത് ഏൽപ്പിച്ചിരിക്കുന്നവരുടെ സജീവമായ ഉപജാപവും പ്രോത്സാഹനവുമാണ് കൊള്ളയ്ക്ക് വഴിയൊരുക്കിയതെന്നും ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് വിലയിരുത്തി. SIT തലവൻ ആവശ്യപ്പെടുന്ന എല്ലാ ഉദ്യോഗസ്ഥരുടെയും സേവനവും മറ്റ് സൗകര്യങ്ങളും ലഭ്യമാക്കുന്നുണ്ടെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഉറപ്പുവരുത്തണമെന്ന് നിർദ്ദേശിച്ചു.
പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്, NRI സെൽ, ഡിവൈഎസ്പി ശ്രീകാന്ത്, കോഴിക്കോട് റൂറൽ ചെമ്പോല പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സേതുനാഥ് എന്നിവരെ SITയെ സഹായിക്കാനായി സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കിയതും കോടതി രേഖപ്പെടുത്തി. പുതിയ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ അഷ്ടദിക്പാലകരുടെ കാര്യത്തിലുള്ള അന്വേഷണം അനിവാര്യമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കൊടിമരം സംബന്ധിച്ച രേഖകളും ഫയലുകളും പരിശോധിക്കുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N. വാസുവിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. കൊല്ലം വിജിലൻസ് കോടതി 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് തിങ്കളാഴ്ച വാസുവിനെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. നേരത്തെ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്തത്. തന്ത്രി കണ്ഠര് രാജീവരുടെ ജാമ്യാപേക്ഷയും ഇന്നലെ കോടതിയിലെത്തി. തന്ത്രിക്കായി SIT കസ്റ്റഡി അപേക്ഷയും സമർപ്പിച്ചിട്ടുണ്ട്. അന്വേഷണത്തിൽ ഒരു സ്വാധീനത്തിനും വഴങ്ങരുത്. ബാഹ്യ സമ്മർദ്ദങ്ങളോ ഇടപെടലോ കണക്കിലെടുക്കാതെ ഭയരഹിതമായി മുന്നോട്ടു പോകണം. ആവശ്യമെങ്കിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ സംഘത്തിൽ ഉൾപ്പെടുത്താനും ജസ്റ്റിസ് രാജ വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരടങ്ങുന്ന ദേവസ്വം ബെഞ്ച് അനുമതി നൽകി. നേരത്തെ ഉൾപ്പെടുത്തിയ 2 പേരുടെ കാര്യത്തിലും ചില എതിർപ്പുകൾ ഉണ്ടായെങ്കിലും ഇവർ മികച്ച ഉദ്യോഗസ്ഥരാണെന്ന് വിശദീകരണം ലഭിച്ചതായും ഇത് അംഗീകരിക്കുന്നതായും കോടതി വ്യക്തമാക്കി. സ്വാമി അയ്യപ്പന്റെ അമൂല്യ സ്വത്തുക്കൾ നഷ്ടമായതിൽ ഉന്നത സ്വാധീനത്തിലുള്ള സാധ്യത കണക്കിലെടുത്താണ് അന്വേഷണം കോടതിയുടെ കർശന മേൽനോട്ടത്തിലാക്കിയത്. ശാസ്ത്രീയവും സമഗ്രവുമായ അന്വേഷണത്തിലൂടെ സ്വർണ്ണക്കൊളയിലെ നിർണായക വിവരങ്ങൾ ഇനിയും പുറത്തുവരും. NSS നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം മുരാരി ബാബുവിന്റെ ജാമ്യം ആശ്വാസകരമാണ്. അവർക്ക് പറഞ്ഞു നിൽക്കാൻ ഒരവസരം ലഭിച്ചിരിക്കുകയാണ്. സർക്കാർ അതിനുള്ള അവസരം ഒരുക്കിയതിൽ സുകുമാരൻ നായർക്ക് അഭിമാനിക്കാം.